പോസ്റ്റ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ ജൂലൈ 31 വരെ സമർപ്പിക്കാം. നികുതിദായകർക്ക് ഓൺലൈനിലും ഓഫ്ലൈനായും സമർപ്പിക്കാനുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. വ്യത്യസ്ത നികുതി ഫയൽ ചെയ്യുന്നവർക്കായി 7 തരം ITR ഫോമുകൾ ഉണ്ട്. അതിനാൽ 2023-24 അസസ്മെന്റ് വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശരിയായ ഫോം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കൂടാതെ 23-24 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 10 പ്രധാന രേഖകൾ കൂടി ആവശ്യമാണ്. 1. പാൻ കാർഡ്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആവശ്യമുള്ള പ്രധാന രേഖയാണ് പാൻ കാർഡ്. ഒരു സാമ്പത്തിക വർഷത്തിലെ എല്ലാ പ്രധാന സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ വിശദാംശങ്ങൾ ആവശ്യമാണ്. ആദായ നികുതി വകുപ്പാണ് രേഖ അനുവദിക്കുന്നത്. ആധാർ കാർഡ്. പാൻ കാർഡിന് പകരം ആധാർ കാർഡ് ഉപയോഗിച്ചും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതിനാൽ ആധാർ കാർഡും ഒരു പ്രധാന രേഖയാണ്. കൂടാതെ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 139AA അനുസരിച്ച് റിട്ടേണുകൾ ഫയൽ ചെയ്യുമ്പോൾ വ്യക്തികൾ ആധാർ കാർഡ് വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. കൂടാതെ പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഫോം 16. ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുടെ ITR ഫയൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന രേഖയാണ് ഫോം 16. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഫോം 16-നെ അടിസ്ഥാനമാക്കിയതാണ്. ഈ രേഖ തൊഴിൽ ഉടമകളാണ് നൽകുന്നത്. ഫോം 16A, 16B, 16C. തൊഴിലുടമകൾ നൽകുന്ന TDS സർട്ടിഫിക്കറ്റുകളാണ് ഫോം 16A, 16B, 16C. ഒരു പ്രോപ്പർട്ടി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വാടക വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിലുമൊക്കെ ഈ ഫോമുകൾ ഇഷ്യൂ ചെയ്യും. പ്രോപ്പർട്ടി വാങ്ങുന്ന ആളാണ് ആ ഫോം B നൽകേണ്ടത്. വാടക നൽകുന്ന വ്യക്തിയാണ് ഫോം C നൽകുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ITR ഫയലിംഗും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യമാണ്. ആദായ നികുതി റിട്ടേണിൽ ഉപഭോക്താവിന്റെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഉൾപ്പെടെയുള്ള ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ആവശ്യമാണ്. നികുതി റീഫണ്ട് പ്രോസസ് ചെയ്യുന്നതിന് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫോം 26AS. ആദായ നികുതി പോർട്ടലിൽ നിന്നും മറ്റൊരു പ്രധാന രേഖയായ ഫോം 26AS ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ പാൻ നമ്പറിൽ ഗവൺമെന്റ് ടാക്സ് പാസ്ബുക്ക് പോലെയുള്ള വാർഷിക നികുതി പ്രസ്താവനയാണ് ഉള്ളത്. പാൻ നമ്പറിന്മേൽ നിക്ഷേപിച്ചിട്ടുള്ളതോ നികുതി കുറച്ചതോ ആയ വിശദാംശങ്ങൾ ഇതുവഴി ലഭ്യമാകും. നിക്ഷേപ തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ. പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലാണ് നിങ്ങൾ ആദായ നികുതി ഫയൽ ചെയ്യുന്നതെങ്കിൽ കിഴിവുകൾ ക്ലെയിം ചെയ്യുന്നതിന് നിങ്ങൾ നിക്ഷേപ തെളിവ് ആവശ്യമാണ്. ഇതിൽ PPF, മ്യൂച്വൽ ഫണ്ടുകൾ മുതലായവയുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെട്ടേക്കാം. നികുതി ഇളവ് ലഭിക്കുന്നതിന് നിങ്ങൾ നടത്തിയ നിക്ഷേപങ്ങളുടെ രേഖകളും കാണിക്കേണ്ടതുണ്ട്. ഇതുവഴി നികുതി ബാധ്യത കുറയ്ക്കാവുന്നതാണ്. വാടക കരാർ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വാടക വരുമാനമുണ്ടെങ്കിൽ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ വാടക കരാറും ആവശ്യമാണ്. വിൽപ്പന ഉടമ്പടികൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൂലധന നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിൽപ്പന രേഖയും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.